ഗുഡ് ഈവനിംഗ്. ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോടതി റിമാൻഡ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം സബ് ജയിലിൽ എത്തിച്ചു. താൻ നിരപരാധിയാണെന്നും തന്നെ കുടുക്കിയതാണെന്നും തന്ത്രി പ്രതികരിച്ചു. നിരപരാധിയാണ് തികച്ചും. ഇനി അതിൽ കൂടുതലൊന്നും പറയാൻ ഉറപ്പാ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, എന്താണ് തന്ത്രിയുടെ പ്രതികരണം? തന്ത്രി താൻ നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണ്. താൻ നിരപരാധിയാണ്, തന്നെ കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്നുള്ള മറുപടിയുമാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെയും സമാനമായ ആരോപണം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അഡ്വക്കേറ്റും അദ്ദേഹത്തിന് വേണ്ടി സമാനമായ വാദം തന്നെയാണ് ഉന്നയിച്ചത്. അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നുള്ള ആരോപണം തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റും ഉന്നയിച്ചത്. എന്തായാലും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു, അദ്ദേഹത്തെ സ്പെഷ്യൽ ജയിലിൽ എത്തിച്ചു. സ്പെഷ്യൽ ജയിലിൽ ഇനി 14 ദിവസമാണ് റിമാൻഡ്. ഇനി അദ്ദേഹത്തിന് കസ്റ്റഡി കാലാവധി, കണ്ഠരര് രാജീവർക്ക് കസ്റ്റഡി കാലാവധി നൽകും, കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ തുടർ നടപടിയുമായി SIT മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഉച്ചയോടുകൂടി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് SIT സംഘം രേഖപ്പെടുത്തി. അതിനുശേഷം തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് കൊല്ലത്ത് കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത് 3 കുറ്റമാണെന്ന്. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ശബരിമലയിലെത്തി ഈ കൊള്ള നടത്താനും മറ്റുമല്ല എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് കണ്ഠരര് രാജീവരാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം കണ്ഠരര് രാജീവർ നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ ആചാര ലംഘനം നടത്തിയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ജാമ്യം നൽകരുത്, ജാമ്യം നൽകി കഴിഞ്ഞാൽ കണ്ഠരര് രാജീവർക്ക് ഉന്നത ബന്ധവും പല രീതിയിലുള്ള ബന്ധവും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു. അതുകൂടി അംഗീകരിച്ചുകൊണ്ടാണ് റിമാൻഡ് ചെയ്തത്. എന്തായാലും റിമാൻഡ് ചെയ്ത കണ്ഠരര് രാജീവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് വാദിച്ചപ്പോൾ ആരോഗ്യപരമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് പരിഗണിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും കേസിലെ 11ാമത്തെ അറസ്റ്റാണ്. കട്ടളപ്പാളി കേസിൽ ആണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗികമായ ചുമതലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രേഖകളിലൊന്നും സ്വന്തം പേരിൽ ഈ അനുവാദം നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകളില്ലായിരുന്നു. അതുകൊണ്ടാണ് കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഇതുവരെ നീണ്ടുപോയത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും നേരത്തെ തന്നെ SITക്ക് തെളിവ് ലഭിച്ചതുമാണ്. കൃഷ്ണ, ശരി. അങ്ങനെ സ്വർണ്ണക്കൊള്ള കേസിൽ 13ാം പ്രതിയായി 11ാമത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് തന്ത്രി. അങ്ങനെ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. റിമാൻഡ് കാലാവധിയാണ് ഇനി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന തന്ത്രി തന്നോട് പറഞ്ഞെന്ന അഭിഭാഷകൻ CD അനിൽ 24-നോട്. ഇനി മല ചവിട്ടില്ലെന്ന് തന്ത്രി പറഞ്ഞു. തന്ത്രി തന്റെ മുന്നിൽ കരഞ്ഞുവെന്നും അഭിഭാഷകൻ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കരഞ്ഞിട്ടാണ് പോയത്. ഇതിനടുത്ത് പറഞ്ഞു ഇനി മലക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരാളുടെ മാനസികാവസ്ഥ, അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. വരും ദിനങ്ങളിൽ അത് വെളി വരുമായിരിക്കാം, വരും ദിനങ്ങളിൽ അത് വെളി വരും. പത്മകുമാറാണ് ദൈവതുല്യം എന്ന് പറഞ്ഞത്. പത്മകുമാറിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എങ്ങും തന്നെ തന്ത്രിക്ക് റോളുണ്ടെന്ന് പറയുന്നില്ല. മുരാരി ബാബുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എങ്ങും തന്നെ തന്ത്രിക്ക് റോളുണ്ടെന്ന് പറയുന്നില്ല. ഒരു വെള്ളിയാഴ്ച അദ്ദേഹത്തിനെതിരെ പുതിയ റെവലേഷൻ കിട്ടി, അദ്ദേഹത്തിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു? തിരുവനന്തപുരം തുമ്പ സെയിന്റ് സേവിയേഴ്സ് കോളേജിൽ സാനിറ്ററി പാഡ് ഉയർത്തി വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം. ആർത്തവത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 6 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ അധ്യാപകനെ മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കാമെന്ന് കോളേജ് അധികൃതർ ഉറപ്പു നൽകി. NSS ക്യാമ്പിന്റെ ഇടയിൽ സാർ 2 പ്രസ്താവനകളാണ് ഇറക്കിയത്. പീരിയഡ്സ് ആണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം, പാവാട വന്ന് പൊന്നിച്ച് നോക്കാൻ പറ്റില്ല എന്നും, അതുപോലെ നിങ്ങൾ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻറ്റും അല്ലെങ്കിൽ നിങ്ങൾ പോയി ചത്തോളൂ എന്നുള്ള ടേം ഒക്കെ ഒരു പബ്ലിക്കിന് മുമ്പിൽ ആരെങ്കിലും യൂസ് ചെയ്യും? പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന NSS ക്യാമ്പിനിടെ വിദ്യാർത്ഥിനികളെ ആർത്തവത്തിന്റെ പേരിൽ അധ്യാപകൻ അധിക്ഷേപിച്ചു. 14 വിദ്യാർത്ഥിനികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പരാതിയിൽ തുടർ നടപടി എടുക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. നേരിയ സംഘർഷത്തിലേക്കും പ്രതിഷേധം വഴിമാറി. അധ്യാപകന്റെ പരാമർശത്തെ ന്യായീകരിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കറിയയും രംഗത്തെത്തി. ഭാഷാപരമായ ചില
പ്രശ്നങ്ങളുണ്ട്. അത് ഇതിനു മുമ്പ് ഈ ഭാഷാ പ്രശ്നം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് ഈ തമിഴ് കലർന്ന മലയാളം പറയുന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ക്യാമ്പ് നടത്തുന്നതിന് ചില വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ആ ലക്ഷ്യങ്ങളിൽ എല്ലാവരും ഒരേപോലെ സഹകരിക്കണമെന്നാണ് വ്യവസ്ഥ. അപ്പോൾ അത് സഹകരിക്കാതിരുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു. പ്രതിഷേധം കടുത്തതോടെ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ രമേശിനെ മാറ്റി നിർത്താമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു നൽകി. ബുധനാഴ്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി തീരുമാനിക്കാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. 24 തിരുവനന്തപുരം. കോഴിക്കോട് പന്നിയങ്കര ഓവർ ബ്രിഡ്ജിന് സമീപം തീപിടുത്തം 3 കടകളിലേക്ക് തീ പടർന്നു. മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമെത്തി തീ അണയ്ക്കുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരും. പന്നിയങ്കര മേൽപ്പാലത്തിന് താഴെ ഏതാണ്ട് 8:30 മണിയോടുകൂടിയാണ് 3ഓളം കടകൾക്ക് തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു പ്ലൈവുഡിന്റെ ഒരു കടയുണ്ട്, ഒരു 2 വീലർ വർക്ക്ഷോപ്പ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ടൈലറിംഗ് കടയുണ്ട്. ഈ കടകളിലാണ് തീ പിടിച്ചത്. ഉടനെ തന്നെ മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം, ഇവിടുത്തെ ആളുകളാണ് ആദ്യം ഈ കടകൾക്ക് തീ പിടിക്കുന്നതായി കണ്ടത്. ഉടനെ തന്നെ ഫയർഫോഴ്സ് സംഘത്തെ മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിച്ചു. ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറിലധികമായി ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി ഫലപ്രാപ്തിയിലായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതിലും വ്യക്തതയില്ല. കാരണം ഇത് പ്രവർത്തിച്ചു വരുന്ന കടകളാണ്. നമുക്കറിയാം ഇതിന്റെ തൊട്ടുപുറകിലായി നിരവധി വീടുകളും മറ്റുമുണ്ട്. ഇതിനോട് ചേർന്ന് റെയിൽവേ ട്രാക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകട ഭീഷണി ഉണ്ടായിരുന്നു. എന്തായാലും ആ ഭീതി ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെയും അങ്ങിങ്ങായി തീ ഇപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പുകയുണ്ട്, നന്നായി തന്നെ പുക ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് തൊട്ടടുത്താണ് റെയിൽവേ ട്രാക്കുള്ളത്. അപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫയർ യൂണിറ്റുകൾ അടക്കം ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ആദ്യം സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. അവർ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതിനു പിന്നാലെ ഇപ്പോൾ മറ്റ് വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പുക നന്നായി ഉയരുന്നുണ്ട്. ഈ കെട്ടിടം അല്പം പഴകിയ കെട്ടിടമാണ്. ഈ ഓട് മേഞ്ഞിട്ടുള്ള കെട്ടിടമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സിംഹഭാഗവും തകർന്നു എന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയും. എന്തായാലും ആദ്യഘട്ടത്തിൽ വലിയ പരിഭ്രാന്തിയിലായിരുന്നു ഇവിടെയുള്ള ആളുകളൊക്കെ. അതായത് ഇത്ര ഒരു വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടാകുന്നു, കത്തി പടരുകയായിരുന്നു. എന്തായാലും അതൊരു പരിധി വരെ ഇപ്പോൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ അറിയിക്കുന്നത്. കൂടുതൽ വാർത്തകളിലേക്ക്. പാലക്കാട് കിഴക്കേപ്പറമ്പിൽ പുകപ്പുരയ്ക്ക് തീപിടിച്ചു. 3.5 ടൺ റബ്ബർ ഷീറ്റ് കത്തിനശിച്ചു. വടക്കഞ്ചേരിയിൽ അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, ഇന്ന് രാത്രി 8:30 കൂടിയാണ് ഈ തീ പടർന്ന് അപകടമുണ്ടാകുന്നത്. പാലക്കാട് മംഗല ഡാം കിഴക്കേ പറമ്പിലാണ് ഈ സംഭവം. കിഴക്കേ പറമ്പ് സ്വദേശിയായ ടോമിയുടെ പുകപ്പുരയ്ക്കാണ് ഈ തീ പിടിച്ചത്. ഈ പുകപ്പുരയുടെ മുകൾ ഭാഗം ഏകദേശം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു നിലയിൽ തന്നെയായിരുന്നു. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. പക്ഷെ ഇതിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. കാര്യങ്ങളടക്കം എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി എന്തായാലും അന്വേഷിക്കും. 3.5 ടൺ റബ്ബർ ഷീറ്റാണ് ഈ അപകടത്തിൽ കത്തി നശിച്ചത്. വലിയ നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പക്ഷേ വടക്കഞ്ചേരിയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തി തീ അണച്ചു. നിലവിൽ ആർക്കും അപകടങ്ങളില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എന്നാലും 3.5 ടൺ റബ്ബർ ഷീറ്റുകൾ പൂർണ്ണമായും കത്തി നശിച്ച് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി. ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് തകർപ്പൻ ജയം. ത്രില്ലർ പോരിൽ നിലവിലെ ചാമ്പ്യൻസായ മുംബൈ ഇന്ത്യൻസിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. 155 റൺസ് വിജയലക്ഷ്യം മറികടന്നത് അവസാന പന്തിൽ. അനിൽ വാസുദേവ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അനിൽ വാസുദേവ്, അവസാന പന്ത് വരെ നിലനിന്ന സസ്പെൻസ്, ഒടുവിൽ ജയം. വിവരങ്ങൾ. തീർച്ചയായും ക്രിസ്റ്റീന, WPL-ന്റെ 4ാം പതിപ്പിന് അങ്ങനെ ഒരു അത്യുജ്വല തുടക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിലെ ഏറ്റവും 2 മികച്ച ടീമുകൾ തമ്മിലുള്ള ഉദ്ഘാടന പോര് ആരാധകർ എന്താണ് ആഗ്രഹിച്ചത് അതുപോലെ ഒരു ഇടിവിട്ട മത്സരം തന്നെയായി മാറുകയായിരുന്നു. അവസാന പന്ത് വരെ ആവേശം നീണ്ട പോരാട്ടത്തിൽ 3 വിക്കറ്റിനാണ്
റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ജയം. നിലവിലെ ചാമ്പ്യന്മാരെ വലിയ രീതിയിൽ വിറപ്പിച്ചാണ് അങ്ങനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കിരീടം തിരിച്ചു പിടിക്കാനുള്ള അവരുടെ പോരാട്ടം തുടങ്ങി വെക്കുന്നത്. ഒരു ഘട്ടത്തിൽ മുംബൈയുടെ കയ്യിലിരുന്ന കളിയാണ് നദാനി ഡി ക്ലർക്ക് എന്ന പ്രോട്ടീസ് താരത്തിന്റെ അത്യുജ്വല ബാറ്റിംഗ് കൊണ്ട് RCB പിടിച്ചെടുത്തത്. അവസാന ഓവറിൽ 18 റൺസാണ് RCBക്ക് വേണ്ടിയിരുന്നത്. ആദ്യ 2 പന്ത് നഷ്ടമായെങ്കിൽ പോയെങ്കിലും നദാനി ഡി ക്ലർക്ക് പിന്നീട് 2 സിക്സറും 1 4ഉം ഒക്കെ തന്നെ നേടിക്കൊണ്ട് അവസാന ഒരു പന്തിൽ വേണ്ടിയിരുന്നത് 2 റൺസാണ്. അതും ഒരു ബൗണ്ടറി നേടിക്കൊണ്ട് അങ്ങനെ ടീമിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. ആകെ 44 പന്തിൽ 63 റൺസാണ് നദാനി ഡി ക്ലർക്ക് നേടിയത്. 66 റൺസ് എടുക്കുമ്പോൾ 5 വിക്കറ്റ് പോയ ഒരു ഘട്ടത്തിൽ നിന്നാണ് ടീമിനെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെ നദാനി ഡി ക്ലർക്ക് ജയത്തിലേക്ക് എത്തിച്ചത്. മുംബൈ ആവട്ടെ കയ്യിലിരുന്ന കളി നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 19ാം ഓവറിൽ 2 ക്യാച്ചുകളും ഒരു റൺഔട്ട് നഷ്ടപ്പെടുത്തിയത് മുംബൈക്ക് ഈ തോൽവി ഇരന്നു വാങ്ങാനും കാരണമായി. എന്തായാലും ചാമ്പ്യന്മാരുടെ തുടക്കം എല്ലാ കാലത്തും അത് പുരുഷ ടീമാകട്ടെ ഇല്ലെങ്കിൽ ഏത് ടീമാണെങ്കിലും തോറ്റുകൊണ്ട് തുടങ്ങുക എന്നുള്ള ഒരു പരിഹാസം സ്ഥിരം കേൾക്കാറുണ്ട്. അത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു. വനിതകളുടെ കാര്യത്തിലും അതിന് മാറ്റമില്ല. എന്തായാലും ആവേശ തുടക്കമാണ് WPL-ന്റെ 4ാം പതിപ്പിലുണ്ടായിരിക്കുന്നത്. വരും മത്സരങ്ങളിലും അങ്ങനെ അവസാന പന്തിൽ മുംബൈയിൽ നിന്ന് ജയം പിടിച്ചു വാങ്ങിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ജയം നേടിയത്. അനിൽ വാസുദേവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ക്യാൻസർ ബാധിതയായ 2.5 വയസ്സുകാരിക്ക് സഹായഹസ്തവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വയനാട് കമ്പളക്കാട് സ്വദേശി ആയിഷ ഹിൽസയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 10 ലക്ഷത്തിന്റെ ചെക്ക് ലുലു പ്രതിനിധികൾ കുടുംബത്തിന് കൈമാറി. 2.5 വയസ്സുകാരിയായ ആയിഷ ഫിൽസയുടെ മജ്ജ മാറ്റിവെക്കാൻ ചികിത്സയ്ക്കായി 60 ലക്ഷം രൂപ ആവശ്യമാണെന്ന കുടുംബത്തിന്റെ അഭ്യർത്ഥന കണ്ടാണ് MA യൂസഫ് അലിയുടെ അടിയന്തര ഇടപെടൽ. കയ്യിലുള്ള പണമെല്ലാം മകളുടെ ചികിത്സയ്ക്കായി ചിലവാക്കിയതോടെ കുടുംബം വലിയ കടക്കണിയിലായിരുന്നു. കുട്ടിക്ക് സഹായം നൽകാൻ MA യൂസഫ് അലി ഉടനടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ പിതാവ് മുഹമ്മദ് മുസ്തഫ ഫൈസിയെ നേരിൽ കണ്ടാണ് MA യൂസഫ് അലിയുടെ പ്രതിനിധികളായ ലുലു ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജും കോഴിക്കോട് ലുലു റീജിയണൽ ഡയറക്ടർ ഷെരീഫ് മാട്ടിലും 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. യൂസഫ് അലിയുടെ സഹായത്തിന് പിതാവ് നന്ദി രേഖപ്പെടുത്തി. ജീവകാരുണ്യ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുദ്ര കാഴ്ചവെച്ച മഹാമനുഷി. ആ വാർത്ത അതറിയുകയും അദ്ദേഹം 10 ലക്ഷം രൂപ എന്നെ സഹായിക്കുകയും ചെയ്തു. വിവരണാതീതമായ ആ നന്ദിയും ആ കടപ്പാടും അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് 24. CPIM-നോട് ഇടഞ്ഞ BN ഹസ്കർ. ഇടതു നിരീക്ഷകൻ പദവി രാജിവെച്ചെന്ന പരിഹാസവുമായി ഹസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകനായി തുടരുമെന്നും ഹസ്കർ. താൻ ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ഇടതുപക്ഷമാണ് തന്റെ രാഷ്ട്രീയമെന്നും BN ഹസ്കർ പറഞ്ഞു. ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. അതിലൊപ്പം തന്നെ ഞാൻ നിൽക്കും. ഞാൻ CPM എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംരക്ഷണത്തിൻ്റെ വലിയ കവചമാണ്. എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ ഒരു തുടക്കകാലം മുതലുള്ള ഒരു വലിയ കവചമാണ്. അപ്പോൾ അതിനെ വിട്ട് പുറത്തു പോവുക എന്ന് പറയുന്നത് അതങ്ങനെ ഒരു വലിയ ആത്മസംഘർഷം നൽകുന്ന കൂടി ഒരു പ്രശ്നമാണ്. ഒരു ചെറിയ മറുപടി ഞാൻ മറുപടി പറഞ്ഞതുകൊണ്ട് അവർ വായടക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്നിരുന്നാൽ ഒരു ചെറിയ മറുപടി എന്നുള്ളതിനപ്പുറം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. വളരെ കൃത്യമായി ആക്ഷേപമാവുന്ന തരത്തിലേക്ക് പരിഹാസമാവുന്ന തരത്തിലേക്ക് വന്നപ്പോഴാണ് അത്തരമൊരു സറ്റാരിക്കൽ പോസ്റ്റ് ഞാൻ ഇട്ടത് എന്നുള്ളതാണ്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും സംയുക്തമായി നടത്തുന്ന 100 വീട് ഭവന പദ്ധതിയിൽ പത്തനംതിട്ട ജില്ലയിലെ ആദ്യ വീടിന്റെ താക്കോൽദാനം നടന്നു. അടൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ രാജേഷ് രഞ്ജു ദമ്പതികൾക്കാണ് വീടൊരുങ്ങിയത്. 24 പത്തനംതിട്ട റിപ്പോർട്ടർ ഷിജോ കുര്യൻ താക്കോൽ കൈമാറി. പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ വീട്ടിലേക്ക് രാജേഷും രഞ്ജുവും മക്കളും ചുവടുവെച്ചു. പത്തനംതിട്ട ജില്ലയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും സംയുക്തമായി നൽകുന്ന ആദ്യത്തെ വീട് കുടുംബത്തിന് കൈമാറി. 24നും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും രാജേഷും രഞ്ജുവും നന്ദി പറഞ്ഞു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റിനും ചേർന്ന് നമുക്ക് വീട് കിട്ടി. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ കഴിഞ്ഞു. 4 ലക്ഷം രൂപ. പിന്നെ അതിൻ്റെ പിന്നിലും സഹായിച്ച ആൾക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. വളരെ സന്തോഷം. ജീവിതത്തിൽ നടക്കുമെന്ന് വിചാരിച്ചത് സാധിച്ചു തന്നതിന് 24നും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും പിന്നെ ശ്യാം ചേട്ടൻ, മുരളിച്ചേട്ടൻ എല്ലാവർക്കും. സന്തോഷ നിമിഷത്തിൽ രാജേഷിനും കുടുംബത്തിനുമൊപ്പം നിൽക്കാൻ നാട്ടുകാരുമെത്തി.
അർഹതപ്പെട്ട കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീട് ലഭിച്ചതിൽ നാട്ടുകാർക്കും സന്തോഷം. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കണക്ട് ചെയ്യുന്ന 100 ഭവന പദ്ധതി എന്നുള്ള നിന്നും കിട്ടിയ വീടിന് ഞങ്ങൾക്ക് ഈ വീട് കൊടുത്തതിൽ വളരെ സന്തോഷം. ഒരു ഭവനം ഇല്ലാത്തൊരു വീട്ടുകാരായിരുന്നു. ഞങ്ങളുടെ വാർഡിനും ഞങ്ങളെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും 24-നും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ സന്തോഷ് ശിവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. 24 കണക്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 100 വീട് ഭവന പദ്ധതിയുടെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ വീടിൻ്റെ താക്കോൽദാന ചടങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ രാജേഷേട്ടന് ആദ്യത്തെ വീട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം. 24 പത്തനംതിട്ട. ഇനി ശബരിമല വാർത്തകളാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ-പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുന്നു. ഇന്ന് വൈകിട്ട് 7 മണി വരെ 75,000-ലധികം പേർ ദർശനം നടത്തി. പമ്പയിലും നിലയ്ക്കലിലും പോലീസിന്റെ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. മകരവിളക്ക് പ്രമാണിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തരെ നിയന്ത്രിച്ചു മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. ദർശനം നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മലയിറങ്ങണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഈ മാസം 12-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടും. ഘോഷയാത്ര 14-ന് വൈകിട്ട് സന്നിധാനത്തെത്തും. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.